നമസ്കാരം. ഇന്ന് നമുക്ക് ചേനയും പരിപ്പും ചേർത്തിട്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാം. ഇത് സദ്യക്കൊക്കെ ഇലയിൽ വിളമ്പാൻ പറ്റിയ ഒരു നല്ലൊരു തൊടുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചേന ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യൂബിക് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് വേവിക്കാൻ വെക്കണം. ചില ചേന നമുക്ക് ചൊറിയും കറി വെച്ചാലും. അപ്പോൾ അത് ചൊറിച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചേനനെ കഴുകുമ്പോൾ കുറച്ച് പുളിവെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ചേന ചൊറിയില്ല. പിന്നെ 1 കപ്പ് പരിപ്പ് ഞാനിവിടെ കുഴഞ്ഞു പോവാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ അതിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചേന ഏതാണ്ട് വെന്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പരിപ്പിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടിയിടാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ മൂടിയിട്ടിട്ട് കുറച്ച് നേരം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ മൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോഴും നമ്മുടെ ചേനയും പരിപ്പും ഒക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ചേന ചെറുതായി ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ തേങ്ങയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ചാറുകറി അല്ല കേട്ടോ, ഞാനിപ്പം ചാറില്ലാത്ത കറിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കറി ഇനി അല്പം ചാറോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളിരസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞിട്ട് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതേ കറി തന്നെ ചാറോട് കൂടിയും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി തയ്യാറായി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചിടണം. അപ്പോൾ ഇതിനോടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2-3 വറ്റൽമുളക്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം തേങ്ങ ചിരകിയത് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് ചേനക്കറി തയ്യാറായിട്ടുണ്ട്. ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.